അല്ലെങ്കിൽ ബീഫ് ഫെസ്റ്റ് നടത്തുമ്പോഴും അല്ലെങ്കിൽ മീറ്റ് ഈസ് അവർ ഗോഡ് പോലെയുള്ള ക്യാമ്പയിൻസ് നടത്തുമ്പോഴൊക്കെ എനിക്കിതാ പറയാനുള്ളത്. നിങ്ങൾ ഏത് പാണനായാലും പൊലയനായാലും നായരായാലും തമ്പ്രനായാലും എനിക്ക് ഇല്ല. നിങ്ങളെ അപ്പനപ്പാപ്പന്മാരൊക്കെ അനുഭവിച്ചതിൻ്റെ 10 അല്ലെങ്കിൽ 100 ഇരട്ടി വേദന, ചൂഷണം ഈ പറയുന്ന പശുവും കോഴിയും പോത്തും ആടും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. സവർണർ നിങ്ങളുടെ പൂർവികർ എത്രത്തോളം അടിച്ചമർത്തിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞാലും അതിന്റെ 100 ഇരട്ടി ചൂഷണം നിങ്ങൾ ഈ ജീവികളെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജാതിയുടെ പേരിൽ ഐഡന്റിറ്റി പൊക്കി പിടിച്ചുകൊണ്ട് 24 മണിക്കൂർ കരഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വെറുപ്പാണ് തോന്നുന്നത്. കാരണം ഇവരിൽ 90% പേരും കള്ളന്മാരാണ്, ബാക്കിയുള്ള ഒരു പൊട്ടന്മാരുമാണ്. കാരണം ഇവരുടെയും ഈ സവർണരുടെയും ഐഡിയോളജി ബേസിക്കലി സെയിം ആണ്. ഇവർ ഐഡന്റിറ്റി സംരക്ഷിക്കുക എന്നുള്ളത്. ഞാൻ സവർണനാണ്, എൻ്റെ അവകാശമാണ് ദളിതരെ ഒപ്രസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ദളിതനാണ്, ഇപ്പോൾ എൻ്റെ അവകാശമാണ് എൻ്റെ ഫുഡ് ഐഡന്റിറ്റി സംരക്ഷിക്കുക എന്നുള്ളത്. ഒരു കന്നുകുട്ടിയെ ജനിപ്പിച്ച് അറുത്ത് കൊല്ലുക എന്നുള്ളത്, അല്ലെങ്കിൽ കോഴികളെ ജനിപ്പിച്ച് കൂട്ടിലിട്ട് വളർത്തുക എന്നുള്ളത്. ഇത് രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. നിങ്ങൾ രണ്ടുപേരും ചൂഷകരാണ്. ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ ഒരു സ്വഭാവമാണ്. അവരുടെ മനസ്സിൽ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ വിഭാഗം അനുഭവിക്കുന്ന പ്രശ്നം മാത്രമായിരിക്കും. ബാക്കിയുള്ളവരെ കുറിച്ച് അവർക്ക് യാതൊരു ചിന്തയും ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവരെ കുറിച്ചെങ്കിലും നിങ്ങൾക്ക് ഒരു കുറച്ച് കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതായിരിക്കില്ല ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഞാൻ ദളിതനാണെങ്കിൽ, ഞാൻ ദളിതരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു കുട്ടി ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും. കാരണം എനിക്ക് അറിയുന്ന കാര്യമാണ്, ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കുട്ടികൾ വിവേചനം കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു, ചിലപ്പോൾ ആൾക്കൂട്ട മർദ്ദനം കാരണം മരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ ഒരു കുട്ടി ഉണ്ടാക്കി ഈ പ്രശ്നത്തിലേക്ക് വരേണ്ട കാര്യം എന്താ? വിവേചനം അനുഭവിക്കാൻ ഒരു കുട്ടി ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? അല്ലേ? എൻ്റെ അഭിമാനം സംരക്ഷിക്കണം, എൻ്റെ ഐഡന്റിറ്റി സംരക്ഷിക്കണം, അല്ലേ? സവർണരുമായിട്ടുള്ള ഈഗോ ക്ലാഷിൽ തോറ്റു പോകാൻ പാടില്ല എന്നുള്ളൊരു മെന്റാലിറ്റി മാത്രമാണ് ഇവർക്കുള്ളത്. ഈ ലോകത്ത് ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം വിവേചനം ഉണ്ടാവും, രോഗങ്ങളുണ്ടാവും, പ്രകൃതി ദുരന്തങ്ങളുണ്ടാവും, യുദ്ധങ്ങളുണ്ടാവും. ഇതൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് തടയാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവി തലമുറയെങ്കിലും ജനിപ്പിക്കാതിരിക്കുന്നതാണ്. മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും അവരുടെ ജനനം നമ്മൾ തടയാന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഏക കാര്യം.